കോഴ്സിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ് കമ്പ്യൂട്ടറിന്റെ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ആർക്കിടെക്ചർ കാര്യങ്ങൾ വരുന്നത്, അതുപോലെ തന്നെ മൈക്രോ ആർക്കിടെക്ചർ, മെമ്മറി സിസ്റ്റം അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, അതിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ സിലബസിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ട്, അത്യാവശ്യം പഠിക്കാനുണ്ട്, കുറച്ച് ടൈം കൺസ്യൂമിങ്ങും ആണ്. അപ്പൊ നമുക്ക് കുറച്ച് എന്താ ഹറിയായി പോവാണെങ്കിൽ നിങ്ങൾ പറയണം. ഐ വിൽ ട്രൈ ടു ബി സ്ലോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. വാട്ട് ഈസ് കമ്പ്യൂട്ടർ? ഇത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്. കമ്പ്യൂട്ടർ എന്താണ് എന്നുള്ളൊരു കൺസെപ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ, അതോ എനിവൺ ആരാ എങ്കിലും പറയാമോ എന്താണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്? കമ്പ്യൂട്ടറിന്റെ പടമൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ ഫൈൻ, ഞാൻ പറയാം. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുമ്പോൾ അവിടെ 4 പ്രോസസ്സുകൾ മസ്റ്റായിട്ടും പറയണം. അതായത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഡേറ്റ അക്സെപ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഇൻപുട്ടിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. ആ അക്സെപ്റ്റ് ചെയ്യുന്ന ഇൻപുട്ടിനെ എന്തെങ്കിലും ഒരു അരിത്തമെറ്റിക് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അവിടെ വരുന്നുണ്ട്. പിന്നീട് വരുന്ന മൂന്നാമത്തെ കൺസെപ്റ്റ് ആണ് ഈ പ്രോസസ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആർക്കാണോ അതിന്റെ ആവശ്യകത ഉള്ളത് അവരിലേക്ക് എത്തിക്കുക. ഈ 3 സ്റ്റെപ്പുകളും അതുപോലെ തന്നെ ഈ 3 സ്റ്റെപ്പുകളുടെ കൂടെ തന്നെ സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സും കൂടെ നടക്കുമ്പോഴാണ് കമ്പ്യൂട്ടർ എന്നതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ വരുന്നത്. ഒരു ഇലക്ട്രോണിക് മെഷീൻ ആണ്. അത് ടേക്സ് ഇൻപുട്ട് ഡേറ്റനെ ടേക്ക് ചെയ്യുന്നു, ദെൻ എന്ത് ചെയ്യുന്നു, പ്രോസസ് ദ ഇൻപുട്ട് ഡേറ്റയിൽ പ്രോസസ് നടത്തിക്കൊണ്ട് പ്രൊഡ്യൂസ് ദ ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആൻഡ് സ്റ്റോർ ദ ഡീറ്റെയിൽസ് അലോങ് ദ വേ. ഈ പ്രോസസ്സിന്റെ എല്ലാം ഈ സ്റ്റെപ്പുകളുടെ എല്ലാം ഇടയിൽ എന്ത് ചെയ്യുന്നു, ആ ഒരു ഔട്ട്പുട്ട് ഇൻഫർമേഷനെ ആണെങ്കിലും ഇൻപുട്ടിനെ ആണെങ്കിലും എന്ത് സംഭവത്തിനാണെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വരുന്നു. അക്സെപ്റ്റ് ചെയ്യുന്നു, പ്രോസസ് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. ഈ 4 ടേംസ് മസ്റ്റ് ആയിട്ടും ഒരു കമ്പ്യൂട്ടറിന്റെ ഡെഫിനിഷനിൽ ഉണ്ടായിരിക്കണം. സോറി ടു ഇന്ററപ്റ്റ്. ഹന്ന സാബിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടോ ഇതിനകത്ത്? ഹന്നയാണോ? ഹന്ന സ്റ്റുഡന്റാ. ഹന്ന ഒരു ബിടെക് സ്റ്റുഡന്റ് ആണ് ഇവിടെ. പക്ഷെ പുള്ളിക്കാരിക്ക് എന്തോ മെഡിക്കൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇപ്പൊ ക്ലാസ്സിൽ വരാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ക്ലാസ്. ആ കുട്ടിക്ക് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാന്നുള്ള രീതിക്ക്. അപ്പൊ ഹന്ന സാബിക്ക് കയറിയിട്ടുണ്ടോ? സോറി, ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ഒരു മിനിറ്റ്. ശ്രീല, ഹന്ന ജോയിൻ ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, ബാക്ക് ടു അവർ ക്ലാസ്. സോ എന്താണ് കമ്പ്യൂട്ടർ എന്നുള്ളൊരു ഡെഫിനിഷനാണ് ഞാൻ പറഞ്ഞത് അല്ലേ. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റയെ ഇൻപുട്ട് ചെയ്തിരിക്കണം, അതായത് ടേക്ക് ചെയ്തിരിക്കണം അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിരിക്കണം. ആ എടുക്കുന്ന ഡേറ്റയെ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ പ്രോഗ്രാംസിന്റെ ബേസിസിൽ പ്രോസസ്സ് ചെയ്യണം, ദെൻ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ഈ വരുന്ന ഈ ഒരു പ്രോസസ്സുകളെല്ലാം നടക്കുമ്പോഴും അതെന്ത് ചെയ്യണം, ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റണം. ഈ ഒരു 4 കൺസെപ്റ്റ് വരുന്ന ഒരു ഇലക്ട്രോണിക് മെഷീൻ, എന്ത് മെഷീനും നമുക്ക് എന്ത് വിളിക്കാം, കമ്പ്യൂട്ടർ എന്ന് വിളിക്കാം. സോ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഒരു കമ്പ്യൂട്ടർ പെർഫോം ചെയ്തെന്ന് രണ്ടാമത്തെ സെല്ലിൽ സിമിലർ ആണ്. അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്, പ്രോസസ് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡിങ് ദ റിസൾട്ട്. ഈ 4 ഫങ്ഷൻസ് ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്നുണ്ട്. ഈ 4 ഫങ്ഷൻസ് ചെയ്യാൻ ആവശ്യമായ ഫങ്ഷണൽ യൂണിറ്റുകൾ കമ്പ്യൂട്ടറിനുണ്ട്. ഈ 4 ഫങ്ഷൻസും ചെയ്യാൻ ആവശ്യമായ ഫങ്ഷണൽ യൂണിറ്റുകൾ കമ്പ്യൂട്ടറിൽ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണമല്ലോ, കാരണം ഇത് ചെയ്യണമല്ലോ. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ പാർട്സ് ആണ് എന്നുള്ളത്. അതിനു മുന്നേ നമ്മുടെ സബ്ജക്റ്റിന്റെ ടോപ്പിക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ. കമ്പ്യൂട്ടർ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് നമ്മൾ മസ്റ്റായിട്ടും പറഞ്ഞിരിക്കണം. എന്താണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, എന്താണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, അത് രണ്ടും കൂടി ചേരുന്നതാണ് നമ്മുടെ സബ്ജക്റ്റ്.
കമ്പ്യൂട്ടർ എന്താന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഒരു ഇലക്ട്രോണിക് മെഷീൻ ആണ്. അത് ഈ 4 കാര്യങ്ങൾ ലൈക്ക് എന്താണ്, വാഷിംഗ് മെഷീൻ ഒരു കമ്പ്യൂട്ടർ ആണോ? ചാറ്റിൽ ഒന്ന് റിപ്ലൈ ആവോ. വാഷിംഗ് മെഷീൻ ഒരു കമ്പ്യൂട്ടർ ആണോ? ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ, വാഷിംഗ് മെഷീൻ കമ്പ്യൂട്ടർ ആണെന്ന് എല്ലാവരുടെയും അഭിപ്രായം പോരട്ടെ. ഞങ്ങൾ ക്ലാസ് മാത്രം കേൾക്കുള്ളൂ എന്നാണോ? റെസ്പോണ്ട് ഇല്ലേ? നോ. പോരട്ടെ പോരട്ടെ, എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ. ക്ലാസ്സിലുള്ളവരൊക്കെ റെസ്പോണ്ട് ചെയ്തേ. കമ്പ്യൂട്ടർ, വാഷിംഗ് മെഷീൻ ഒരു കമ്പ്യൂട്ടർ ആണോ? 2 പേരാണോ ഈ ക്ലാസ്സിലുള്ളൂ? ബാക്കിയുള്ളവരൊക്കെ ചുമ്മാ ഓണാക്കി വെച്ചിട്ട് പോയേക്കുവാണോ? 3. പോരട്ടെ. നെക്സ്റ്റ്. വാഷിംഗ് മെഷീൻ ഒരു കമ്പ്യൂട്ടർ അല്ല, ആണെന്ന് വൈഷ്ണവി പറയുന്നുണ്ട്. സുജിൻ കൈയിട്ടതിന്റെ അർത്ഥം എന്താണെന്നോ അല്ലെന്നോ? ഔട്ട്പുട്ട് തരും, അതുകൊണ്ടൊരു കമ്പ്യൂട്ടർ ആണ് അല്ലേ? അതെ. അപ്പൊ സ്റ്റോർ ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് കമ്പ്യൂട്ടർ അല്ല. എന്നാന്ന്? സ്റ്റോർ ചെയ്യുന്നില്ലല്ലോ. സ്റ്റോർ ചെയ്യുന്നില്ല, അതുകൊണ്ട് അതൊരു കമ്പ്യൂട്ടർ അല്ല. ഓക്കെ. പ്രോഗ്രാം സ്റ്റോർ ചെയ്തിട്ടുണ്ടാവല്ലോ വാഷിംഗ് മെഷീനിൽ. വെരി ഗുഡ്, വെരി ഗുഡ്. പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നുണ്ട്. സ്റ്റോർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ലോർജ് എമൗണ്ട് ഓഫ് ഡേറ്റാസ് ഒന്നും സ്റ്റോർ ചെയ്യണം എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഒരു എംബഡഡ് സിസ്റ്റം അല്ലെങ്കിൽ എംബഡഡ് കമ്പ്യൂട്ടറിന് എക്സാമ്പിൾ ആണ്. പലതരത്തിലുള്ള കമ്പ്യൂട്ടറുകളുണ്ട് അല്ലേ? ATM മെഷീൻ കമ്പ്യൂട്ടർ എന്നാണ് എന്റെ ക്ലാസ്സിലെ ബിടെക് സ്റ്റുഡൻസ് പറഞ്ഞത്. ATM മെഷീൻ കമ്പ്യൂട്ടർ ആണോ? കാൽക്കുലേറ്റർ. അതെ, ആക്ച്വലി അതിനകത്തൊക്കെ നമുക്ക് ഓരോ സെൻസേഴ്സ് ഉണ്ടല്ലോ. അപ്പം അത് വെച്ചിട്ടല്ലേ അത് വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടെ ശരിക്കും ഒരു ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ സെൻസർ വർക്ക് ചെയ്യണമെങ്കിൽ. അതായത് എന്ത് സിസ്റ്റം ആണെങ്കിലും ഒരു ചെറിയ സിസ്റ്റംസ് ലൈക്ക് എംബഡഡ് കമ്പ്യൂട്ടറിന് ഏറ്റവും മിനിമലൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന കമ്പ്യൂട്ടേഴ്സ് ആണ് എംബഡഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു പർപ്പസ്, ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ ഇലക്ട്രോണിക് ഡിവൈസസ്. ആ ഡിവൈസസിൽ നമ്മൾ ലാർജ് എമൗണ്ട്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡേറ്റാസോ കാര്യങ്ങളോ ഒന്നും സ്റ്റോർ ചെയ്യുന്നില്ലായിരിക്കും. പക്ഷെ ആ ഡിവൈസ് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെതായ പ്രോഗ്രാം ഫേംവെയർ കേട്ടിട്ടില്ലേ? ഒരു പർട്ടിക്കുലർ ഹാർഡ്വെയർ ഡിവൈസ് ഉണ്ടെങ്കിൽ ആ ഹാർഡ്വെയർ ഡിവൈസ് എങ്ങനെ വർക്ക് ചെയ്യണം എന്നതുള്ളതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസ് നമ്മൾ എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസിനും സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. സോ അത് ആ സ്റ്റോറേജിൽ കംപ്ലീറ്റ് ആയി. പ്രോഗ്രാം സ്റ്റോർ ചെയ്തില്ല എന്നുള്ളൊരു ഇൻകംപ്ലീറ്റ്നെസ് ആണ് അത് കമ്പ്യൂട്ടർ അല്ല ഫീൽ ചെയ്യുന്നതെങ്കിൽ അത് അവിടെ സോൾവ് ചെയ്യാൻ പറ്റും. എന്ത് ടൈപ്പ് ഓഫ് ഹാർഡ്വെയർ, മിനിമലൈസ്ഡ് ആയിട്ട് ഫോമിലുള്ള ഹാർഡ്വെയർ ആണെങ്കിൽ പോലും എന്താണ്, ആ ഹാർഡ്വെയർ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന്, ആ ഹാർഡ്വെയർ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി സോ വാഷിംഗ് മെഷീൻ ഒരു കമ്പ്യൂട്ടർ ആണോ എന്ന് ചോദിച്ചാൽ ഒരു മിനിമലൈസ്ഡ് കമ്പ്യൂട്ടർ ആണ് വാഷിംഗ് മെഷീൻ. എംബഡഡ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ എംബഡഡ് കമ്പ്യൂട്ടറിൽ പെടുന്ന ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ഡിഫറെന്റ് ടൈപ്പിലുള്ള കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അതിൽ എംബഡഡ് എന്ന് പറയുന്ന പോർഷനിൽ വരുന്ന ഒരു പർട്ടിക്കുലർ മെഷീൻ ആണ് അല്ലെങ്കിൽ പർട്ടിക്കുലർ കമ്പ്യൂട്ടർ ആണ് വാഷിംഗ് മെഷീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ആ ഒരു പർപ്പസിന് വേണ്ടി ജനറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ആ ഒരു കംപ്ലൈന്റ് അതിനുള്ളൂ അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റേഷനേ അതിനുള്ളൂ. കാൽക്കുലേറ്റർ ചോദിച്ചാലും അത് ആ കാൽക്കുലേറ്റിംഗ് പവർ മാത്രമേ ഉള്ളൂ. പക്ഷെ മറ്റുള്ള കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പേഴ്സണൽ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ അതിന് കമ്പ്യൂട്ടിങ്, പലതരത്തിലുള്ള ഡിഫറെന്റ് ടാസ്കുകൾ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന ഒരു കമ്പ്യൂട്ടർ. ആ ഒരു വ്യത്യാസമാണ് അവിടെ വരുന്നത്. ചെറിയ ചെറിയ കമ്പ്യൂട്ടറിലെ ചെറിയ ചെറിയ എംബഡഡ് ഡിവൈസസിനുള്ള ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അതാണ്. ആ ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ അതിനെ കൊണ്ട് പറ്റുള്ളൂ എന്നൊരു ലിമിറ്റേഷൻ. Otherwise it does belong to the computer category. Okay, am I clear? Confusion ആക്കിയോ അതോ ഓക്കെ ആണോ? നിങ്ങൾ പറയണോട്ടോ, എല്ലാവരും മനസ്സിലായില്ല എങ്കിൽ പറയണം. അതർവൈസ് നിങ്ങൾ കാണുന്നില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് എക്സ്പ്രഷനിലൂടെ മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്നെങ്കിലും കിട്ടിയേനെ. ഐ ഹോപ്പ്. ഇനി കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. സോ കമ്പ്യൂട്ടർ ആണ് നമ്മൾ പറഞ്ഞു. ഇനി കമ്പ്യൂട്ടർ എന്താണെന്നുള്ളൊരു ഡെഫിനേഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റും കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റും ഈ കമ്പ്യൂട്ടറിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അതായത്
കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഹാർഡ്വെയർ കമ്പോണൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹൗ ഇറ്റ് ഓപ്പറേറ്റ്സ്. ആ ഓർഗനൈസേഷനും ഓപ്പറേറ്റും ഓർത്താൽ മതി. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഓ എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ വരണം. ഓപ്പറേറ്റ്, എങ്ങനെ, ഹൗ ഇറ്റ് ഓപ്പറേറ്റ്സ്. കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ ഓപ്പറേഷൻസ് എങ്ങനെയാണ് നടക്കുന്നത്. അതാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർക്യൂട്ട് ഡിസൈൻസും കൺട്രോൾ സിഗ്നൽസും മെമ്മറി ടൈപ്സും ഒക്കെ ആ കാറ്റഗറിയിൽ ബിലോങ് ചെയ്യുന്നത്. എന്നാൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്താണെന്ന് ചോദിച്ചാൽ ആസ് യൂഷ്വൽ നമ്മൾ പറയുമ്പോൾ തന്നെ എന്താണ്, ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ബിഹേവിയറിനെ കുറിച്ച് പറയുന്നതാണ് അതിന്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതായത് എന്ത് തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ വാട്ട് ഇറ്റ് ഡസ്, എന്ത് തരത്തിലുള്ള ലൈക്ക് ഡ്യൂട്ടിയാണ് കമ്പ്യൂട്ടർ പെർഫോം ചെയ്യുന്നത്. വാട്ട് എ കമ്പ്യൂട്ടർ ഡസ്, എന്താണ് ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്നത്, അതാണ് അതിന്റെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ കൊണ്ട് പറയുന്നത്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഡെഫിനേഷൻ ആയിട്ട് ചോദിക്കുന്നില്ല, ബട്ട് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ COA പഠിക്കുന്ന കുട്ടികളാണ്, അപ്പൊ എന്താണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എന്താണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് എത്തിയിരിക്കണം. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഹൗ എന്നുള്ള ചോദ്യത്തിനുത്തരമാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. എന്നാൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് വാട്ട് ഡസ് എ കമ്പ്യൂട്ടർ ഡു, ഒരു കമ്പ്യൂട്ടർ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്. അമ്മ ക്ലിയർ? ഓക്കെ ആണോ? ഇതിന്റെ എല്ലാത്തിന്റെയും കൂടി ഒരു ഇൻക്ലൂഡിംഗ് ആണ് നമ്മുടെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന സബ്ജക്റ്റ്. ഈ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചറിൽ ആദ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ ആണ്. ഒരു കമ്പ്യൂട്ടറിൽ വരുന്ന ഫങ്ഷണൽ യൂണിറ്റുകളാണ്. സ്പീഡ് ഉണ്ടോ? സ്പീഡ് അധികമാണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് അറിയില്ല, ഞാൻ എടുത്തെടുത്തങ്ങ് പോയാലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ഫങ്ഷൻസ് ഉണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിന്. മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് ഡേറ്റ അക്സെപ്റ്റ് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്ന ഡേറ്റയെ പ്രോസസ് ചെയ്യുന്നു, പ്രോസസ് ഡേറ്റ ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഡേറ്റാസിനെ അല്ലെങ്കിൽ ഇൻഫർമേഷൻസിനെ സ്റ്റോർ ചെയ്യുന്നു. ഈ 4 ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 5 പാർട്ടുകളായിട്ട് കമ്പ്യൂട്ടറിന് തിരിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ടും 5 ഫങ്ഷണൽ യൂണിറ്റുകൾ അല്ലെങ്കിൽ 5 ഫങ്ഷണൽ പാർട്ടുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് IO അല്ലെങ്കിൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ട് യൂണിറ്റ് ഒരു പാർട്ടാണ്, ഔട്ട്പുട്ട് യൂണിറ്റ് ഒരു പാർട്ടാണ്. സെക്കൻഡ് വൺ ആണ് മെമ്മറി യൂണിറ്റ്. തേർഡ് വൺ ആണ് മെമ്മറി യൂണിറ്റ്. ഫോർത്ത് വൺ ആണ് പ്രോസസറിന്റെ ഉള്ളിൽ വരുന്ന 2 എണ്ണം. ഒന്ന് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, പിന്നെ ഒന്ന് കൺട്രോൾ യൂണിറ്റ്. സോ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റും കൺട്രോൾ യൂണിറ്റും നമ്മുടെ പ്രോസസർ എന്ന് പറയുന്ന ഹാർഡ്വെയർ കമ്പോണന്റിന്റെ ഉള്ളിൽ വരുന്ന പാർട്ടുകളാണ്, ഫങ്ഷണൽ യൂണിറ്റ് പാർട്ടുകളാണ്. മെമ്മറി എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ്ട്രാ ഒരു നമുക്ക് സ്റ്റോറേജ് കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഡേറ്റ എടുക്കാനും ഡേറ്റ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേ ചെയ്യിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന പാർട്ടുകളാണ്. ഇതിന്റെ ഓരോന്നിന്റെയും ഫങ്ഷൻസും കാര്യങ്ങളാണ് നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ പഠിച്ചിരിക്കണം. ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ റഫായിട്ട് തന്നിട്ടുണ്ട്. അക്സെപ്റ്റ് ചെയ്യുന്നു ഇൻഫർമേഷൻസ്. എന്തൊക്കെ ഇൻഫർമേഷൻസ്? നമ്മൾ ഹ്യൂമൻസ് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ആവാം, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്നുള്ള മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ആവാം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മളെ ഡിവൈസസ് കീബോർഡ് യൂണിറ്റ്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടെടുക്കുന്ന ഇൻപുട്ടുകളാവാം. അപ്പൊ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നതും ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നതും 2 ഡിഫറൻസ് ഉണ്ട്. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് ഇൻപുട്ട് യൂണിറ്റിന്റെ ഒരു പാർട്ടാണ്. ഓക്കെ, ഇൻപുട്ട് യൂണിറ്റിന്റെ ഒരു പാർട്ടാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. ആ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് നമ്മളിപ്പോ കീബോർഡ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ആ കീബോർഡിൽ പ്രസ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിലേക്ക്, കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷ എന്ന് പറയുന്നത് ബൈനറിയാണ്, അതായത് 0 അല്ലെങ്കിൽ 1 കോമ്പിനേഷൻ. ആ ഒരു ഫോർമാറ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്സറിലേക്ക് എത്തിക്കുന്ന ഡ്യൂട്ടി ഫുള്ളി ചെയ്യുന്ന ആളാണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ് എന്ന് പറയുന്നത്. കീബോർഡിൽ പ്രസ് ചെയ്യുമ്പോൾ ആ നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എൻകോഡ് ചെയ്ത് ഡീകോഡ് ചെയ്ത് ഒരു ബൈനറി ഫോർമാറ്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് അത് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ ഉണ്ട്, ഒരു സൈക്കിൾ ഉണ്ട്. ആ സൈക്കിൾ ഫുള്ളി ഗോ ത്രൂ ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. അതിലൊരു പാർട്ടാണ് നമ്മുടെ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. സെയിം സെനാരിയോ തന്നെയാണ് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. പ്രോസസ്സറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമ്മളെ ഒരു മോണിറ്ററിലൂടെ അല്ലെങ്കിൽ ഡിസ്പ്ലേ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രിന്ററിലൂടെ പ്രിന്റ് ചെയ്തോ നമ്മൾ എന്താണ് ഒരു യൂസറിന് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് ഔട്ട്പുട്ട് യൂണിറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
ഓക്കെ അല്ലേ പിള്ളേരെ? സ്പീഡൊന്നും ഇല്ലല്ലോ? ഇനി അതാണ്. ഇനി നമ്മൾ അതിനകത്ത് ഈ IO എന്ന് അല്ലെങ്കിൽ I/O എന്നൊരു കൺസെപ്റ്റ് അവിടെ ഇട്ടിട്ട് അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമുക്ക് ആദ്യ കാലങ്ങളിലൊക്കെ ഒരു ഇൻപുട്ട് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് യൂണിറ്റ് ലൈക്ക് ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു, ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇൻപുട്ട് യൂണിറ്റ് കാറ്റഗറിയിൽ വരുന്ന അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസ് കാറ്റഗറിയിൽ വരുന്ന ഡിവൈസസ് ആ ഇൻപുട്ടിന് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫോണിന്റെ ആണെങ്കിൽ പോലും ടച്ച് സ്ക്രീൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ലൈക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്നു, നമ്മുടെ ടച്ചിലൂടെ ഇൻപുട്ട് അങ്ങോട്ടേക്ക് പോകുന്നു, എന്നാൽ ആ സെയിം ടച്ച് സ്ക്രീനിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ടച്ച് സ്ക്രീൻ എന്ന് പറയുന്ന ഡിവൈസ് അല്ലെങ്കിൽ ആ ഒരു ഹാർഡ്വെയർ കമ്പോണന്റ് ഇൻപുട്ട് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ട് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന ഒരു കോമൺ നെയിമിലേക്ക് അത് ചില ഹാർഡ്വെയറിന്റെ കേസസ് പറയുമ്പോൾ അത് കോമൺ യൂണിറ്റിലേക്ക് മാറുന്നത്. എങ്കിലും സ്റ്റിൽ ആ ഒരു ലൈൻ ഓഫ് ഡിഫറൻസ് ഇൻപുട്ട് യൂണിറ്റിന്റെയും ഔട്ട്പുട്ട് യൂണിറ്റിന്റെയും ഡിഫറൻസ് ഉണ്ട്. ചില ഡിവൈസുകൾക്ക് അല്ലെങ്കിൽ ചില ഹാർഡ്വെയർ കമ്പോണൻസുകൾക്ക് മാത്രമേ ഈ IO യൂണിറ്റ് എന്നുള്ളൊരു പേര് നമ്മൾ കൊടുക്കുന്നുള്ളൂ. ബാക്കി എല്ലാത്തിനും ഫങ്ഷണൽ യൂണിറ്റ് രണ്ടായിട്ട് തന്നെയാണ് പറയുന്നത്. ഇനി മൂന്നാമത്തതാണ് മെമ്മറി. നമുക്കറിയാം മെമ്മറി എന്ന് പറയുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ്. എന്ത് സ്റ്റോർ ചെയ്യും എന്നുള്ളൊരു കൺസെപ്റ്റോടെ ഓർത്തിരുന്നാൽ മതി. മെമ്മറിയിൽ പ്രോഗ്രാംസും ഡേറ്റയും സ്റ്റോർ ചെയ്ത് വെക്കും. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. എങ്ങനെ ഒരു ടാസ്ക് ചെയ്യണം അല്ലെങ്കിൽ ആ ടാസ്കുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റെപ്പ് വൈസ് ഉള്ള കോഡുകളാണ് പ്രോഗ്രാം എന്ന് പറയുന്ന കൺസെപ്റ്റ്. എന്നാൽ ഡേറ്റ എന്ന് പറയുന്നത് ആ കോഡ് അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം ഏതിലാണോ പെർഫോം ചെയ്യേണ്ടത്, ചിലപ്പോൾ ഓപ്പറാൻഡുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, ഏത് ഡേറ്റയിലാണോ നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യേണ്ടത്. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആണ് എനിക്ക് പെർഫോം ചെയ്യേണ്ടത് എങ്കിൽ ആ ഫാക്ടോറിയൽ ഓഫ് വിച്ച് നമ്പർ, ഏത് നമ്പറിന്റെ ആണോ കാണേണ്ടത് ആ നമ്പറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആ ഡേറ്റ കാറ്റഗറിയിലേക്ക് പോകുന്നത്. സോ പ്രോഗ്രാംസ് ആവാം അല്ലെങ്കിൽ ഡേറ്റാസ് ആകാം. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഇൻഫർമേഷൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നു മെമ്മറിയിൽ. ഈ പ്രോഗ്രാംസിന് നമ്മൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇൻസ്ട്രക്ഷൻസ് ആണ് സ്റ്റോർ ചെയ്യുന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് അവിടെ പറയുന്നത്. ആക്ച്വലി സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് പ്രോഗ്രാം എന്ന് വിളിക്കുന്നത്. സോ ഇൻസ്ട്രക്ഷൻസ് ആയിട്ടും ഡേറ്റ ആയിട്ടും ആണ് നമ്മൾ മെമ്മറിയിൽ സ്റ്റോറേജ് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്കറിയാം അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പ്രോസസ്സർ ഉപയോഗിക്കുന്നത്. ഒരു ഡിസൈഡ് നമ്മൾ എന്ത് ഓപ്പറേഷൻ ആണോ പെർഫോം ചെയ്യേണ്ടത്, ഇപ്പൊ ഒരു അഡീഷൻ പ്രോസസ് ആണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ആണ് ചെയ്യുന്നത് എങ്കിലൊക്കെ അത് ഏത് കാറ്റഗറിയിൽ പെടും, ഈ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ALU പാർട്ടിൽ പെടും. ഇനി നമുക്ക് ലാസ്റ്റ് വൺ ആണ് കൺട്രോൾ യൂണിറ്റ്. ആക്ച്വലി കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നെർവ്, അതായത് അതാണ് ഡിസൈഡ് ചെയ്യുന്നത് ഇന്ന പ്രോസസ്സ് ഏത് സമയത്ത് ഏത് നടക്കണം. ഒരു ടൈം സിഗ്നൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് എപ്പോഴൊക്കെയാണ് നടക്കേണ്ടത്, ഏതൊക്കെ സമയത്താണ് ഇന്നത് നടക്കണം എന്നുള്ളൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനും അതുപോലെ തന്നെ എല്ലാത്തിനെയും ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരു ഫംഗ്ഷനാണ് കൺട്രോൾ യൂണിറ്റിനുള്ളത്. സോ ഇങ്ങനെ 5 ഫങ്ഷണൽ യൂണിറ്റുകളാണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനുള്ളത്. ഒരു റഫ് ഐഡിയ. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ചെറിയ ഡീറ്റെയിൽ ആയിട്ട് ലൈക്ക് ഒരു 10 മാർക്കിന് ചോദിച്ചാൽ എഴുതണമല്ലോ, ആ ഒരു രീതിയിലേക്ക് പോകുന്നു. അപ്പൊ എല്ലാവരും ചാറ്റിൽ വന്നേ, നമുക്കൊരു ചുമ്മാ ഒന്ന് സംസാരിച്ചിട്ട് പോവാം. സോ ഇൻസ്ട്രക്ഷൻസും ഡേറ്റാസും സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടറിന്റെ ഇൻസ്ട്രക്ഷൻസും ഡേറ്റാസും സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫങ്ഷണൽ യൂണിറ്റ്സ്. ഓക്കെ സുമോദ്, നെക്സ്റ്റ് വേഗം എല്ലാവരും ടൈപ്പ് ചെയ്യണം, ഒരാളല്ല എല്ലാവരും ടൈപ്പ് ചെയ്യണം. അമല്, ഇല്യാസ്, എന്നാലാണ് നിങ്ങളുടെ പേര് ഞാൻ പഠിക്കുള്ളൂ. അജയ്, ബാക്കി ആരും കേട്ടില്ലേ ഞാൻ പറഞ്ഞത്, അതോ മറന്നുപോയോ? വൈഷ്ണവി, വേമേ ടൈപ്പ് ചെയ്ത പിള്ളേരെ. ഇർഫാൻ, അഖിൽ, ആദർശ്, മഹേഷ്. സോ മെമ്മറി യൂണിറ്റ് ആണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസും ഡേറ്റാസും സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫങ്ഷണൽ യൂണിറ്റ്സ്. കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ കമ്പ്യൂട്ടർ. പ്രോസസ്സിങ്ങിന് അല്ലെങ്കിൽ വെരി ഗുഡ് സുമോദ്, സുജിന്, വൈഷ്ണവി, വേവയാവട്ടെ. പ്രോസസ്സിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ കമ്പ്യൂട്ടർ. ഓക്കെ, വെരി ഗുഡ്. Give me an example for an IO unit, I/O unit.
IO യൂണിറ്റിന് ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ IO ഡിവൈസിന് ഡ്രൈവർ ലൈക്ക് കീബോർഡ്. ഓക്കെ, മൗസും കീബോർഡും IO ഡിവൈസ് ആണോ? ഇൻപുട്ട് ഡിവൈസിനല്ല, ഐ ആസ്ക്ഡ് അബൌട്ട് ദ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്. ടച്ച് സ്ക്രീൻ ഞാൻ ഓക്കെ ആണ്, അക്സെപ്റ്റബിൾ ആണ്. കീബോർഡ് മൗസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ബിലോങ് ടു വിച്ച് കാറ്റഗറി? മൗസ്, കീബോർഡ്, സ്കാനർ, അതൊക്കെ ഏത് കാറ്റഗറിയാ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. മൗസ്, കീബോർഡ് ഇൻപുട്ട് കാറ്റഗറിയാണ്. ഓക്കെ. ഹാർഡ് ഡ്രൈവ്. ഓക്കെ, ഫൈൻ. സോ IO ഡിവൈസിന് എക്സാമ്പിൾ ചോദിച്ചാൽ എന്താണ്? ബോത്ത് ഇൻപുട്ടും ആയിരിക്കണം ഔട്ട്പുട്ടും ആയിരിക്കണം, എങ്കിൽ മാത്രമേ അത് IO കാറ്റഗറിയിലേക്ക് ബിലോങ് ചെയ്യുള്ളൂ. പിന്നീട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്തായിരുന്നു? 4 ഫങ്ഷൻസ് കമ്പ്യൂട്ടർ വെച്ച് പെർഫോം ചെയ്യാൻ പറ്റുന്ന 4 ഫങ്ഷൻസ്. ഷോർട്ട് ഫോമിൽ എഴുതിയാൽ മതി. ഷോർട്ട് ഫോമിൽ വേഗം എഴുതിയിടാം. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വേണോട്ടെ. കമ്പ്യൂട്ടർ എന്ന ഡെഫിനിഷൻ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു പക്ക ഡെഫിനിഷൻ ആവണമെങ്കിൽ ഏതൊക്കെ ഫങ്ഷൻസ് ആയിരിക്കും നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? വേഗം ടൈപ്പ് ചെയ്തോ, ഓടി ടൈപ്പ് ചെയ്തോ. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ പ്രോസസ് പ്രൊഡ്യൂസ് മെമ്മറി. ഓക്കെ, ബാക്കി ആർക്കും ഇല്ല? ഓക്കെ, രാജേഷ്. ഇൻപുട്ട് പ്രോസസ് മെമ്മറി. സുമോദ് സ്റ്റോറേജ്. വെരി ഗുഡ്. നാല് റെസ്പോണ്ട് ആണ്. ആ പോരട്ടെ, വേമേ ആവട്ടെ. ഒരു 8 കണ്ടാലല്ലേ ഒരു സന്തോഷമുള്ളൂ. ഓക്കെ, ഓക്കെ, നൈസ്. സോ 4 ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ള രീതിക്ക് നമ്മൾ പറഞ്ഞു. പിന്നെ ഫങ്ഷണൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടിരുന്ന ഫങ്ഷണൽ യൂണിറ്റിന്റെ ഒരു റഫ് സ്കെച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഈ ഫങ്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഫങ്ഷനിലേക്ക് വരുന്ന എന്താണ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. ഒരു കമ്പ്യൂട്ടറിൽ ലൈക്ക് നമുക്കത് ഇത് പറഞ്ഞിട്ട് പറയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇൻപുട്ട് യൂണിറ്റിന്റെ കുറച്ചും കൂടെ ഒരു ലൈക്ക് എന്താ റഫ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ മാറിയിട്ട് അതിനകത്ത് കുറച്ചുകൂടെ എന്താണ് ആ നടക്കുന്ന പ്രോസസ്സുകൾ, ഇൻപുട്ട് യൂണിറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രോസസ്സുകൾ, ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ എന്താണ്, നമ്മളൊരു ഡേറ്റ ഇൻപുട്ട് ആയിട്ട് റീഡ് ചെയ്തെടുത്താലും, A എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് ഞാൻ കൊടുത്താലും, അല്ലെങ്കിൽ 2 എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് ഞാൻ കമ്പ്യൂട്ടറിലേക്ക് കൊടുത്താലും, അത് ഒരു ബൈനറി ഇൻഫർമേഷൻ ആക്കി മാറ്റിയാൽ മാത്രമേ ആർക്കത് മനസ്സിലാവുകയുള്ളൂ? പ്രോസസ്സറിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാവുകയുള്ളൂ. പ്രോസസ്സറിന് നമ്മൾ ഈ A എന്ന് കൊടുക്കുന്ന സംഭവം അല്ല അവിടെ കത്തുന്നത്. A എന്ന് പറയുന്നതിന്റെ ബൈനറി ഫോർമാറ്റ് എന്താണോ ആ ഒരു 0-1 കോമ്പിനേഷൻ, ആ ഒരു കോമ്പിനേഷനിലുള്ള കണ്ടന്റ് മാത്രമേ പ്രോസസ്സറിന് മനസ്സിലാവുള്ളൂ. സോ എന്താണ്, ആ പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് എന്ന് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇൻപുട്ട് യൂണിറ്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്റർഫേസസ് വിത്ത് ഇൻപുട്ട് ഡിവൈസ്. ഏത് ഇൻപുട്ട് ഡിവൈസ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതുമായിട്ട് ഇന്റർഫേസ്, ലൈക്ക് ഇന്റർഫേസ് ചെയ്യുന്ന വെച്ചാൽ എന്താ, ഇൻ ബിറ്റ്വീൻ നിൽക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കീബോർഡിന്റെ ഏതെങ്കിലും ഒരു കീ ആണ് ഞാൻ പ്രസ് ചെയ്യുന്നത് എങ്കിൽ അതിനെ പ്രോസസ്സറിന് മനസ്സിലാകുന്ന രീതിക്ക് ഇൻ ബിറ്റ്വീൻ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്, ഇന്റർഫേസ് ആയിട്ട് നിൽക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി അക്സെപ്റ്റ് ബൈനറി ഇൻഫർമേഷൻ ഫ്രം ദ ഇൻപുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനെ എന്ത് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ പ്രസന്റ് ദിസ് ബൈനറി ഇൻഫർമേഷൻ ഇൻ ഫോർമാറ്റ് എക്സ്പെക്ടഡ് ബൈ ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിലേക്ക് അതിനെ പ്രസന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ ട്രാൻസ്ഫോം ചെയ്യുന്നു. ദെൻ ട്രാൻസ്ഫർ ദ ഇൻഫർമേഷൻ ടു ദ മെമ്മറി ഓർ പ്രോസസർ. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനൊരു വേർഡ് ആപ്പിൾ എന്ന് പറഞ്ഞൊരു വേർഡ് ഞാൻ എടുത്തു, അല്ലെങ്കിൽ 1+2 എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ലൈക്ക് എടുത്തു. 1+2 കൂട്ടിയാൽ എത്രയാണ് എന്നുള്ളത് ഞാനൊരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈക്ക് ഇപ്പൊ തന്നെ എനിക്ക് ഔട്ട്പുട്ട് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, പ്രോസസ്സറിൽ കൊടുക്കുന്നു, വർക്ക് ചെയ്യിക്കുന്നു, ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. എനിക്കത് ഇപ്പൊ തന്നെ അറിയണ്ട, ജസ്റ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് 1ഉം 2ഉം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഞാൻ ചോദിക്കുമ്പോൾ കൂട്ടി തന്നാൽ മതി എന്നൊരു സിനാരിയോ ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ എടുക്കുന്ന ഇൻപുട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെമ്മറിയിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എപ്പോഴാണോ നമുക്ക് അറിയേണ്ടത് ആ സമയത്ത് നമ്മൾ പിന്നെയും മെമ്മറിയിൽ നിന്ന് കോൾ ചെയ്യുന്നു, ആ പ്രോസസ്സിങ് നടത്തുന്നു. സോ അതുകൊണ്ടാണ് ഇൻഫർമേഷൻസിനെ മെമ്മറിയിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കാനും ആ റിയൽ ടൈമിൽ തന്നെ അത് നടത്തി അതിന്റെ ഒരു ആ സമ്മ് കിട്ടാനാണെങ്കിൽ ആ പ്രോസസ്സറിൽ കൊണ്ടുപോയി പെർഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇൻപുട്ട് യൂണിറ്റ് ഉണ്ടെന്ന് പറയുന്നത്.
സോ റിയൽ വേൾഡിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് മനസ്സിലാകുന്ന രീതിക്ക് ഇൻ ബിറ്റ്വീൻ നിൽക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. റിയൽ വേൾഡിൽ നിന്ന് കീബോർഡോ അല്ലെങ്കിൽ ഓഡിയോ ഇൻപുട്ടോ അല്ലെങ്കിൽ മൗസോ അങ്ങനെ സ്കാനറോ ജോയ്സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിച്ചെടുക്കുന്ന ഇൻഫർമേഷനെ പ്രോസസ്സറിന് മനസ്സിലാകുന്ന രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് അല്ലെങ്കിൽ പ്രസന്റ് ചെയ്ത് അതിനെ ഒന്നുകിൽ മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ പ്രോസസ്സറിലേക്ക് കൊടുക്കുന്ന ഒരു പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിങ് ആണ് ഇവിടെ നടക്കുന്നത്. സെനാരിയോ ആണ് ഇൻപുട്ട് യൂണിറ്റിൽ നടക്കുന്നത്. ഓക്കെ അല്ലേ? എന്നോട് പറയണോ? പറഞ്ഞേ പിള്ളേർ റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ഇനി മെമ്മറി യൂണിറ്റ്. മെമ്മറി യൂണിറ്റ് എന്ത് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു? സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇൻസ്ട്രക്ഷൻസും ഡേറ്റാസിനെയും സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത് സോ എന്താണ്? ഡേറ്റാസിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? സീരീസ് ഓഫ് ബിറ്റുകളായിട്ടാണ്, അല്ലെങ്കിൽ സീറോസിന്റെയോ വണ്ണിന്റെയോ ഇതായിട്ടായിരിക്കും. ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബിറ്റുകൾ തന്നെയാണ് കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ മെമ്മറിയിൽ നമുക്ക് ആക്ച്വലി ഇത് നോക്കാം. അതായത് മെമ്മറി യൂണിറ്റിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. 2 ക്ലാസസ് ഓഫ് സ്റ്റോറേജ് ഉണ്ട്. ആക്ച്വലി മെമ്മറി യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിലുള്ള സ്റ്റോറേജ് ആണുള്ളത്. പ്രൈമറി സ്റ്റോറേജും സെക്കൻഡറി സ്റ്റോറേജും. പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ എന്താണ്? ഫാസ്റ്റ് ആണ് എന്നുള്ളൊരു ആ ഒരു ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. പ്രൈമറി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ആദ്യമേ തന്നെ നമുക്കൊരു എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ നോക്കുന്ന ആ ഒരിടം, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് അവിടെ നിന്ന് ഡേറ്റ എടുക്കാൻ എളുപ്പമാണ്, ഫാസ്റ്റ് ആണ്. ഇനി ഇതിനകത്ത് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാംസിന് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പ്രൈമറി മെമ്മറിയിലാണ്. എക്സിക്യൂഷൻ സമയത്ത് പ്രോഗ്രാംസിന് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പ്രൈമറി മെമ്മറിയിലാണ്. അല്ലെങ്കിൽ അത് നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ എളുപ്പം കിട്ടുന്നിടത്ത് വെക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. ഇനി ഈ പ്രൈമറി മെമ്മറി ഉണ്ടാക്കിയിരിക്കുന്നത് കുറെ സെമി കണ്ടക്ടർ സ്റ്റോറേജ് സെല്ലുകൾ വെച്ചുകൊണ്ടാണ്. ഈ സ്റ്റോറേജ് സെല്ലുകളിലെല്ലാം ബിറ്റുകളായിട്ടാണ് ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എപ്പോഴാണോ നമുക്കൊരു ഡേറ്റ റീഡ് ചെയ്യേണ്ടത്, നമ്മളൊരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് ബിറ്റുകളെ ഒരുമിച്ച് വിളിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഗ്രൂപ്പ് ഓഫ് ബിറ്റുകൾ ചേർന്നായിരിക്കും നമുക്ക് ആവശ്യമായ ഡേറ്റ, അതായത് ഇപ്പൊ എനിക്ക് മെമ്മറിയിൽ നിന്ന് ഒരു 2 എന്ന ഡിജിറ്റ് ആണ് എടുക്കേണ്ടത് എങ്കിൽ ആ 2 എന്ന ഡിജിറ്റിനെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നമ്പർ ഓഫ് അഡ്രസ് ഉണ്ടായിരിക്കും. ആ അഡ്രസ്സിന് ഞാൻ ആർക്ക് പറഞ്ഞു കൊടുക്കും? ഈ പ്രോസസ്സറിന് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ആ ബസ്സിന് പറഞ്ഞു കൊടുക്കും. ബസ് എന്ന് വെച്ചാൽ അറിയാലോ അല്ലെ, നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡേറ്റാസോ അല്ലെങ്കിൽ സിഗ്നൽസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹാർഡ്വെയർ കമ്പോണന്റ് ആണ് ബസ് എന്ന് പറയുന്നത്. സോ ഞാൻ ആ ബസ്സിലേക്ക് ഞാനൊരു ഇൻഫർമേഷൻ കൊടുക്കുവാണ്, ഇന്ന മെമ്മറിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന അഡ്രസ്സിൽ ഇരിക്കുന്ന ഡേറ്റ എനിക്ക് റീഡ് ചെയ്യണം, അതിനെനിക്ക് എടുക്കാൻ വേണം, അല്ലെങ്കിൽ അതിനെനിക്ക് ഫെച്ച് ചെയ്തെടുക്കണം. അങ്ങനെയുള്ള ഒരു സമയത്ത് ആ അഡ്രസ്സിൽ പോയി ആ ഡേറ്റയെ ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന സമയം ഒരു മെമ്മറിയോട് ഒന്നുകൂടെ പറയാം. മെമ്മറി യൂണിറ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മെമ്മറി യൂണിറ്റിൽ 2 ടൈപ്പിലുള്ള മെമ്മറി ഉണ്ട്, അല്ലെങ്കിൽ 2 ക്ലാസസ് ഓഫ് സ്റ്റോറേജസ് ഉണ്ട്. പ്രൈമറി സ്റ്റോറേജ് ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ്. പ്രൈമറി സ്റ്റോറേജിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ അത് ഫാസ്റ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്? പ്രോഗ്രാംസിന് സ്റ്റോർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്താണ്? ലാർജ് നമ്പർ ഓഫ് സെമി കണ്ടക്ടർ സെല്ലുകൾ കൊണ്ടാണ് ഈ പ്രൈമറി മെമ്മറി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സെമി കണ്ടക്ടർ സെല്ലുകളിലും ഓരോ സെല്ല് എന്ന് വെച്ചാൽ എന്താ? ഒരു റോ ബൈ കോളത്തിൽ ആ ഒരു ഫോർമാറ്റിലുള്ള ഒരു സെല്ല്, ആ ഒരു സെല്ല് തന്നെ സെയിം തന്നെ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പല പല സെല്ലുകളുണ്ട്. ആ പല സെല്ലുകളിലും ഓരോ ബിറ്റ് ഓഫ് ഡേറ്റാസ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് മാംഗോ എന്ന് പറഞ്ഞൊരു വേർഡ് ആണ് അവിടുന്ന് റീഡ് ചെയ്തെടുക്കേണ്ടത് എങ്കിൽ അതൊരു കോമ്പിനേഷൻ ഓഫ് സെല്ലുകൾ, ഉപയോഗിച്ചിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്? ആ ഒരു പർട്ടിക്കുലർ ഡേറ്റനെ റീഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എടുക്കുന്ന ആ ഗ്രൂപ്പ് ഓഫ് ബിറ്റുകളെയാണ്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് സെല്ലുകളെയാണ് എന്ത് വിളിക്കുന്നത്? ഒരു വേർഡ് എന്ന് വിളിക്കുന്നത്. ആ ഗ്രൂപ്പ് ഓഫ് സെല്ലുകളെയാണ് ഒരു വേർഡ് എന്ന് വിളിക്കുന്നത്. ആ വേർഡിന്റെ ലെങ്ത് എത്രയാണോ, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ബിറ്റുകൾ ചേർന്നാണോ ആ വേർഡ് ഉണ്ടായിരിക്കുന്നത്, അതിനെയാണ് അതിന്റെ വേർഡ് ലെങ്ത് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് പ്രോസസ്സറിനൊക്കെ ചിലപ്പോൾ 64 ബിറ്റ് വേർഡ് ലെങ്ത് ആണ് അതിന്, അല്ലെങ്കിൽ 32 ബിറ്റ് ആണ്, അല്ലെങ്കിൽ 34 ബിറ്റ്, അങ്ങനെ ഒരു കൺസെപ്റ്റ് കേട്ടിട്ടുണ്ട്. സോ ആ വേർഡ് ലെങ്ത് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര നമ്പർ ഓഫ് ബിറ്റുകൾ ചേർന്നാണോ ഒരു വേർഡ് ഫോം ചെയ്യുന്നത്. വേർഡ് എന്താണ്? നമ്മൾ ഡേറ്റാസിനെ ഇപ്പൊ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാസിനെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വേർഡ്, ആ ഒരു ഗ്രൂപ്പ് ഓഫ് ബിറ്റുകൾ യൂസ് ചെയ്താണ് എടുക്കുന്നത് എങ്കിൽ അതിനെയാണ് അതിന്റെ വേർഡ് അല്ലെങ്കിൽ വേർഡ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മള്
മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി 0 മുതൽ എത്ര വരെയാണോ മെമ്മറി സ്റ്റോറേജ് ഉള്ളത് അതുവരെ എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി ഇൻക്രീസിങ് ആയിട്ടുള്ള ഒരു അഡ്രസ്സുകൾ കൊടുത്തിടുന്നുണ്ട്. ഓരോ സ്റ്റോറേജിനും ഓരോ അഡ്രസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ സ്റ്റോറേജിൽ അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ 0 മുതലുള്ള അഡ്രസ്സിംഗ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. നെക്സ്റ്റിന് 1 കൊടുക്കും, നെക്സ്റ്റ് അങ്ങനെ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐട്രേറ്റീവ് ആയിട്ടുള്ള ഇൻക്രിമെന്റിംഗ് ലെവലിലുള്ള എന്ത് കൊടുക്കുന്നു, അഡ്രസ്സസ് കൊടുക്കുന്നു. അഡ്രസ്സസ് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സെല്ലിനെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വേർഡിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് റാൻഡം ആക്സസ് മെമ്മറി. റാം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആക്ച്വലി പ്രൈമറി സ്റ്റോറേജിൽ വരുന്നതാണ് റാം എന്ന് പറയുന്നത്. റാം എന്നുള്ള വിളിപ്പേര് അല്ലെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറി എന്നുള്ളത് ഒരു ടൈപ്പ് ഓഫ് മെമ്മറിയാണ്. അവിടെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഫാസ്റ്റ് ആയിട്ട് ആ റാമിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാസിനെ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുന്നു. എന്തുകൊണ്ടാണ് ഫാസ്റ്റ് എന്ന് ചോദിച്ചാൽ അത് ഉണ്ടാക്കിയിരിക്കുന്ന കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടർ സെല്ലിന്റെയും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിങ്ങിന്റെയും ഗുണമാണ്, ആ ഒരു കമ്പ്യൂട്ടേഷൻ പവറിന്റെ ഗുണമാണ്. മെമ്മറി ആക്സസ് ടൈം കുറവായതുകൊണ്ട് തന്നെ, മെമ്മറി ആക്സസ് ടൈം എന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വേർഡ് എന്ന് വെച്ചാൽ ഒരു നമ്പർ ഓഫ് ബിറ്റുകളെ അതിനെ ആക്സസ് ചെയ്തെടുക്കാൻ ആ പ്രോസസ്സറിന് എടുക്കുന്ന സമയത്തിനെയാണ് അതിന്റെ മെമ്മറി ആക്സസ് ടൈം എന്ന് പറയുന്നത്. സോ ഒരു കമ്പ്യൂട്ടറിൽ പ്രോസസ്സർ ഉണ്ട്, മെമ്മറി ഉണ്ട്. പ്രോസസ്സറിന് ഒരു സമയത്ത് ഒരു വേർഡ് വേണം, ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു അഡീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ വേർഡ് വേണം. ആ വേർഡ് ഇന്ന അഡ്രസ്സിലാണ്, മെമ്മറിയുടെ ഇത്രാമത്തെ ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ ആരെ പറഞ്ഞു വിടുവാണ്, ബസ്സിലൂടെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലൂടെ പറഞ്ഞു വിടുവാണ്. അവിടെ ചെന്ന് ആ പ്രോസസ്സറിൽ നിന്ന് ആ സിഗ്നൽ ചെന്ന് ആ മെമ്മറിയിൽ ചെന്ന് ആ പർട്ടിക്കുലർ അഡ്രസ്സിൽ ചെന്ന് ആ വേർഡിനെ എടുത്തു കൊണ്ടുവന്ന് പ്രോസസ്സറിന് കൊടുക്കുന്ന സമയം, ആ ഒരു ടൈം ഗ്യാപ്പിനെയാണ് മെമ്മറി ആക്സസ് ടൈം എന്ന് പറയുന്നത്. പ്രൈമറി മെമ്മറിയിൽ ചെന്ന് ആ മെമ്മറിയുടെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ ചെന്ന് ആ അഡ്രസ്സിൽ നിന്ന് ആ ഒരു വേർഡിനെ എടുത്തു കൊണ്ടുവന്ന് പ്രോസസ്സറിലേക്ക് എത്തുന്ന ടൈമിനെയാണ്, ആ ഫെച്ച് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് മെമ്മറി ആക്സസ് ടൈം എന്ന് പറയുന്നത്. റാമിനെ സംബന്ധിച്ചിടത്തോളം മെമ്മറി ആക്സസ് ടൈം വളരെ കുറവാണ്, അതായത് പെട്ടെന്ന് ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നു. സോ അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള, എന്നാൽ അതിന് ലിമിറ്റേഷൻ ഉണ്ട്, എങ്കിലും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈമറി സ്റ്റോറേജ് ആണ് റാം എന്ന് പറയുന്നത്, റാൻഡം ആക്സസ് മെമ്മറി. ഇനി നിങ്ങൾ ക്യാഷ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്, ഞാൻ ഇപ്പൊ പറഞ്ഞത് കൺഫ്യൂസിങ് ആയിരുന്നോ അതോ ഓക്കെ ആയിരുന്നോ? ഒന്നുകൂടെ പറയണോ? മെമ്മറി ഓക്കെ. നിങ്ങൾ ചുമ്മാ തമ്പ് എന്ന് വിടരുത് കേട്ടോ, പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് പോയാലോ, ചാറ്റ് എടുത്തേ. ഓക്കെ, സോ ഒരു നമ്പർ ഓഫ് ബിറ്റുകളാണ് ഞാൻ മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യാൻ നോക്കുന്നത്. ആ നമ്പർ ഓഫ് ബിറ്റുകളെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ബിറ്റുകളെ വാട്ട് വിൽ ഐ കോൾ, ഞാൻ എന്ത് വിളിക്കും? ലൈക്ക് എന്താണ് കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ അതിനെ വിളിക്കുന്നത്? വെരി ഗുഡ്, മനസ്സിലാവുന്നുണ്ട് അപ്പൊ അല്ലേ? ഓക്കെ, ആ നമ്പർ ഓഫ് ബിറ്റുകളെ ആണെങ്കിലോ, വേർഡ് കറക്റ്റ് ആണ്, നമ്പർ ഓഫ് ബിറ്റുകളെ ആണെങ്കിൽ എത്ര നമ്പർ ഓഫ് ബിറ്റ് ഉണ്ട്, ആ എത്ര നമ്പർ ഓഫ് ബിറ്റിനെ എന്ത് ഉദ്ദേശിക്കുന്നത്? വെരി ഗുഡ്, വെരി ഗുഡ്, സന്തോഷം, മനസ്സിലാവുന്നുണ്ടെന്ന് അറിയാൻ പറ്റുന്നതിൽ സന്തോഷം. വേർഡ് ലെങ്ത് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, ഇനി പ്രോസസ്സറിന് മെമ്മറിയുടെ ഇന്ന അഡ്രസ്സിൽ ഒരു വേർഡ് ഉണ്ട്, അതിനെ ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടി വരുന്ന സമയത്തിന് പറയുന്നത്, ലൈക്ക് ആ ഒരു ടൈം. ഓക്കെ, എല്ലാരും ടൈപ്പ് ചെയ്ത് വേമേന്നാവട്ടെ. ഓക്കെ, വെരി ഗുഡ്, മെമ്മറി ആക്സസ് ടൈം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അത്ര സന്തോഷം. ഇനി നമ്മളിപ്പോ മെമ്മറിയുടെ കൺസെപ്റ്റ് ആണ് പറഞ്ഞത്. ഇനി നമ്മള് 2 ടൈപ്സ് ഓഫ് മെമ്മറീസ് ഏതൊക്കെയാണ്? 2 ടൈപ്സ് ഓഫ് മെമ്മറീസ്, ഡിഫറെന്റ് 2 ടൈപ്സ് ഓഫ് മെമ്മറീസ്. മെമ്മറീസിനെ 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം കിട്ടി, രണ്ടാമത്തത് ഓർക്കുന്നില്ലേ? ടൈപ്പ് ചെയ്യ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഓക്കെ, ഫൈൻ.
സോ പ്രൈമറി മെമ്മറി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനകത്ത് റാം എല്ലാവർക്കും അറിയാം, റാൻഡം ആക്സസ് മെമ്മറിയാണ്. ദെൻ മെമ്മറി ഹൈറാർക്കി നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിൻ മെമ്മറി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ എക്സിക്യൂഷന് വേണ്ടി എടുക്കുന്ന ഡേറ്റാസ് അല്ലെങ്കിൽ ചില ഓപ്പറൻസ് അല്ലെങ്കിൽ ചില ഇൻസ്ട്രക്ഷൻസ് പ്രോസസ്സറിന്റെ അകത്ത് ഒരു ചെറിയ സ്മോൾ ആയിട്ടുള്ള എന്നാൽ ഫാസ്റ്റ് ആയിട്ടുള്ള പ്രൈമറി മെമ്മറിയുടെ തന്നെ പാർട്ട് ആയിട്ടുള്ള ക്യാഷയിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ക്യാഷ് ഫെമിലറൈസ് ചെയ്തേക്കുന്നതല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കൺസെപ്റ്റ് അല്ലേ? ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈമറി മെമ്മറിയുടെ തന്നെ കൺസെപ്റ്റ് ആണ്. പക്ഷെ അതിന്റെ പ്ലേസ് അത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ്. അത് പ്രോസസ്സറിന്റെ അഡ്ജസന്റ് ആയിട്ടാണ് വരുന്നത്, പ്രോസസ്സറിന് അടുത്താണ് വരുന്നത് ഈ ക്യാഷ് മെമ്മറി വരുന്നത്. ക്യാഷ് മെമ്മറി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ഫാക്ടോറിയലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു 12 ഫാക്ടോറിയൽ ആണ് കാണാൻ പറഞ്ഞത് എങ്കിൽ 12 ഫാക്ടോറിയൽ കാണണമെങ്കിൽ നമ്മൾ 1 മുതൽ 12 വരെയുള്ള ഫാക്ടോറിയൽ ലൈക്ക് ആ ഒരു നമ്പേഴ്സിന്റെ എല്ലാത്തിന്റെയും മൾട്ടിപ്ലിക്കേഷൻസ് ചെയ്യണം. സോ ഈ ഐട്രേറ്റീവ് ആയിട്ട് വരുന്ന പ്രോസസ്സിൽ നമുക്ക് റിപ്പീറ്റഡ്ലി ചെയ്യാതെ ഒന്ന് ചെയ്ത് വെച്ച സാധനം നമ്മൾ ഈ ഒരു ക്യാഷിൽ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താണ് ടൈം കുറയ്ക്കാൻ പറ്റുന്നത്. എക്സിക്യൂഷൻ ടൈം എക്സിക്യൂഷൻ ടൈം അല്ലെങ്കിൽ എക്സിക്യൂഷൻ സൈക്കിള് ഇൻക്രീസ് ചെയ്ത് ലൈക്ക് നല്ലൊരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ് ക്യാഷ് മെമ്മറി എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ കൊണ്ടുവന്നത്. നമ്മൾ ഒരു തവണ യൂസ് ചെയ്യുന്ന ഡീറ്റെയിൽസ്, നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കുന്ന സമയത്ത് അതിന്റെ ക്യാഷ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, അതായത് ഒന്നും ഉണ്ടാവില്ല. ഒരു പ്രോസസ്സ് നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ, ലാപ്പ് ഓപ്പൺ ആക്കുന്നേ ഉള്ളൂ, അപ്പൊ അതിന്റെ ക്യാഷ് എന്തായിരിക്കും? എം ടി ആയിരിക്കും. പക്ഷെ പോകെ ആ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഞാൻ ഉപയോഗിച്ച് അതിനകത്ത് ചില പ്രോസസ്സുകൾ റിപ്പീറ്റഡ്ലി ചെയ്യുന്നത് മൂലം എന്ത് കിട്ടുന്നു? ആ ക്യാഷിലേക്ക് ഓരോരോ പ്രോസസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അങ്ങനെ സ്റ്റോർ എല്ലാ പ്രോസസ്സും തന്നെ റിപ്പീറ്റഡ്ലി സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പൊ നമുക്ക് പെട്ടെന്ന് പിന്നീട് ഐട്രേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും പെട്ടെന്ന് റീസെന്റ് യൂസ്ഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ലേ, അത് സിമിലർ ആണ് ക്യാഷ് പറയുന്നത്. നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്ത ഏതെങ്കിലും ടാബ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഫോണിൽ അവൈലബിൾ ആണ്. ആ ഒരു സെനാരിയോ തന്നെയാണ് നമ്മളിപ്പോ യൂസ് ചെയ്ത ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡേറ്റ ഈ ക്യാഷിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് പിന്നീട് അത് പ്രൈമറി മെമ്മറി പോയി എടുക്കേണ്ട സംഭവമില്ല. ഡയറക്റ്റ് ആ ക്യാഷിൽ നിന്ന് നമുക്കതിനെ സ്വീകരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുന്നു, അതിനെ പ്രോസസ് ചെയ്യാൻ പറ്റുന്നു. ആ ഒരു കൺസെപ്റ്റ് ആണ് ക്യാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാഷ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അതിന് മാത്രം സ്റ്റോറേജ് ഒന്നുമില്ല, ഒരു സ്മോൾ സ്റ്റോറേജേ ഉള്ളൂ, പക്ഷെ ഫാസ്റ്റ് ആണ്. ഇനി സെക്കൻഡറി സ്റ്റോറേജ്. ഈ പ്രൈമറി സ്റ്റോറേജിന് ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നത് തന്നെ. പ്രൈമറി സ്റ്റോറേജിന്റെ ലിമിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് വോളട്ടൈൽ ആണ്. അത് ലൈക്ക് ഒരു പവർ ഓഫ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റുന്നു? അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇൻഫർമേഷൻസ് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് അതിന്റെ സൈസ് ലിമിറ്റേഷൻ. എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് എക്സ്പെൻസീവ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യുന്നു? അത്ര എക്സ്പെൻസീവ് അല്ലാത്തതും എന്നാൽ ലാർജ് എമൗണ്ട് ഓഫ് സ്റ്റോറേജ് തരുന്നതുമായ പല കമ്പോണൻസ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്റ്റോറേജ് സ്പേസിംഗ് ആണ് സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. നമുക്ക് ലാർജർ ആണ്, അതുപോലെ തന്നെ ചീപ്പർ ആണ്, അതുപോലെ തന്നെ എന്താണ് എപ്പോഴും പെർമനന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജിംഗ് ആണ് കൺസെപ്റ്റിനാണ് സെക്കൻഡറി സ്റ്റോറേജ് വരുന്നത്. ഇനി ഇവിടെ നമുക്ക് മെയിൻ മെമ്മറിയും ക്യാഷയും തമ്മിലുള്ള ഒരു ആക്സസ് ടൈമിന്റെ ഡിഫറൻസ്, എന്തുകൊണ്ടാണ് അത് രണ്ടും തമ്മിലുള്ള അതായത് മെമ്മറി ആക്സസ് ടൈം ഫോർ എ മെയിൻ മെമ്മറി എന്ന് പറയുന്നതും മെമ്മറി ആക്സസ് ടൈം ഫോർ എ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നതും കമ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് മെമ്മറിയുടെയാണ് ആക്സസ് ടൈം കുറവ്. കാരണം എന്തുകൊണ്ടാണ്? ക്യാഷ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രോസസ്സറിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാഷ് എന്ന് പറയുന്ന കൺസെപ്റ്റില് നമ്മൾ യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സിസ്റ്റം ഓപ്പൺ ചെയ്തത് മുതൽ യൂസ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. സോ നമ്മൾ ഒന്ന് ഉപയോഗിച്ചിട്ട് വെച്ചിരിക്കുന്ന എന്താണ് ഡേറ്റാസ് റിട്രീവ് ചെയ്യാൻ അത്ര ടൈം വേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ആക്സസ് ടൈം ഓഫ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് ആക്സസ് ടൈം ഓഫ് മെയിൻ മെമ്മറിയേക്കാൾ കുറവാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫാസ്റ്റ് ഏതാണ്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ക്യാഷ് ആണോ ഫാസ്റ്റ്, മെമ്മറി ആണോ ഫാസ്റ്റ്? Which memory is faster? Very good. നമ്മുടെ അടുത്ത യൂണിറ്റ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് പറഞ്ഞു, മെമ്മറി യൂണിറ്റ് പറഞ്ഞു, ദെൻ തേർഡ് യൂണിറ്റ് ആണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഓഫ് കോഴ്സ് നമുക്കറിയാം അരിത്തമെറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോജിക്കൽ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസസ്സറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷണൽ യൂണിറ്റ് ആണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത്. അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൽ എന്താണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഏതൊക്കെയാ? അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയുള്ള ഇത്. ദെൻ ലോജിക്കൽ ഓപ്പറേഷൻ ചോദിച്ചാൽ കമ്പാരിസൺ അല്ലെങ്കിൽ ആൻഡ് ഓർ അങ്ങനെയുള്ളൊരു ടൈപ്പ് ഓഫ് പ്രോസസ്സിങ്. സോ ഇതെല്ലാം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ALU അഥവാ പ്രോസസ്സറിലെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. ഇനി ഇൻസ്ട്രക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഓപ്പറാൻഡ്സിനെ നമ്മൾ ALUയിലേക്ക് കൊണ്ടുവരണം. ഓപ്പറാൻഡുകൾ അല്ലെങ്കിൽ നമ്മൾ
എന്തിലാണോ പെർഫോം ചെയ്യുന്നത് അതിലാണല്ലോ ഓപ്പറാൻഡുകൾ എന്ന് പറയുന്നത്. സോ ആ ഓപ്പറാൻഡുകൾ എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് മെമ്മറിയിലാണ്. ജനറൽ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മെമ്മറിയിൽ നിന്ന് എടുക്കുന്ന ഓപ്പറാൻഡുകളെ പ്രോസസ്സറിന്റെ അകത്ത് ക്യാഷ് മെമ്മറി കൂടാതെ മറ്റൊരു ലൈക്ക് സ്റ്റോറേജ് സിസ്റ്റം കൂടി വരുന്നുണ്ട്. അതിന്റെ പേരാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. പ്രോസസ്സറിന്റെ അകത്ത് ക്യാഷ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, ചെറിയൊരു മിനിമൽ സ്റ്റോറേജ് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ വേറൊരു സ്റ്റോറേജ് വരുന്നുണ്ട്, അതാണ് രജിസ്റ്റേഴ്സ്. നമുക്ക് ഓപ്പറേഷൻ നടത്തേണ്ട ഓപ്പറാൻഡുകളെ അല്ലെങ്കിൽ ഡേറ്റാസിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോസസ്സറിലേക്ക് കൊണ്ടുവന്ന് ആ രജിസ്റ്റേഴ്സിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചാലുള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ നമുക്ക് ക്യാഷിലാണെങ്കിൽ പിന്നെയും കുറച്ചുകൂടി ഡിഫറെന്റ് ലൈക്ക് ദൂരമുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. രജിസ്റ്ററിലാണെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നു. സോ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി ഇൻസൈഡ് പ്രോസസ്സർ ചോദിച്ചു കഴിഞ്ഞാൽ അത് രജിസ്റ്റർ തന്നെയാണ്. രജിസ്റ്ററിലേക്ക് നമ്മൾ ഡയറക്റ്റ് മെമ്മറിയിൽ നിന്ന് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഈ രജിസ്റ്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡീഷൻ ആണെങ്കിലും സബ്സ്ട്രാക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ലോജിക്കൽ ഓപ്പറേഷൻസ് ആണെങ്കിലും പെർഫോം ചെയ്യുന്നത്. സോ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി എന്നുള്ള കൺസെപ്റ്റ് വരുന്നതും രജിസ്റ്ററിന് തന്നെയാണ്. സെക്കൻഡ് ഓപ്ഷൻ ആണ് ക്യാഷേക്ക് വരുന്നത്, തേർഡ് ആണ് മെയിൻ മെമ്മറിക്ക് വരുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മൾ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിന് നമ്മൾ എന്ത് ചെയ്ത് വെക്കുന്നു, മെമ്മറിയിലേക്കോ അല്ലെങ്കിൽ പ്രോസസ്സറിലേക്ക് പിന്നീട് ഒരു യൂസിന് വേണ്ടിയിട്ട് പ്രോസസ്സറിലേക്കോ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതാണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ പിന്നെ വരുന്നതാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഔട്ട്പുട്ട് യൂണിറ്റ് നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് പറഞ്ഞതുപോലെ തന്നെ സിമിലർ ആണ്. എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസുമായിട്ട് നമുക്ക് പുറത്തേക്ക് യൂസേഴ്സിന് ഔട്ട്പുട്ട് കൊടുക്കണം അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണം. ആ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഫോർമാറ്റിലേക്ക് മാറ്റുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ഔട്ട്പുട്ട് യൂണിറ്റിന് വരുന്നത്. പ്രോസസ്സർ എന്തായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്, പ്രോസസ്സറിന് മനസ്സിലാകുന്ന രീതിയിലുള്ള ബൈനറി ഇൻഫർമേഷൻസ് ആയിരിക്കും ഉണ്ടാക്കുക. ആ ഇൻഫർമേഷൻസിനെ യൂസറിന് മനസ്സിലാകുന്ന കുറെ സീറോസും വൺസിന്റെ ഫോർമാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ യൂസറിന് മനസ്സിലാവോ? ഇല്ല. അപ്പൊ യൂസറിന് അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്രാഫിക്കൽ ആയിട്ടുള്ള റെപ്രസെന്റേഷനിലേക്കോ അല്ലെങ്കിൽ അതിനെ കൺവേർഷനിലേക്കോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ലൈക്ക് പീപ്പിൾസിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് കൺവേർഷനോ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷനോ ഒക്കെ ചെയ്യുന്ന സ്റ്റെപ്പാണ് ഔട്ട്പുട്ട് യൂണിറ്റിന് വരുന്നത്. അപ്പൊ അത് ഇൻപുട്ട് യൂണിറ്റ് പറഞ്ഞതുപോലെ തന്നെ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ ഉള്ളിലെ മെമ്മറിയും പ്രോസസ്സറും കൂടെ കൂടി ഔട്ട്പുട്ട് യൂണിറ്റിലെ ലൈക്ക് ഇപ്പൊ ഒരു മെമ്മറിയിൽ നിന്ന് എടുത്ത് പ്രൊഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു പ്രോസസ്സറിൽ നിന്ന് ഡയറക്റ്റ് ഔട്ട്പുട്ട് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് യൂണിറ്റ് ഔട്ട്പുട്ട് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റുന്നു. റിയൽ വേൾഡിൽ നമുക്ക് വരുന്നത് ഔട്ട്പുട്ട് ഡിവൈസുകൾ പ്രിന്റർ, ഗ്രാഫിക് ഡിസ്പ്ലേസ് ലൈക്ക് സ്പീക്കേഴ്സ് ഒക്കെയാണ്. പ്രോസസ്സർ ജനറേറ്റ് ചെയ്യുന്ന ബൈനറി ഇൻഫർമേഷൻ ഫോർമാറ്റിലുള്ള ഔട്ട്പുട്ടിനെ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് റിയൽ വേൾഡിലേക്ക് കൊടുക്കുന്നു. അതാണ് ഔട്ട്പുട്ട് യൂണിറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ ആണ് കൺട്രോൾ യൂണിറ്റ്. സോ കൺട്രോൾ യൂണിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു കമ്പ്യൂട്ടറിന്റെ ഓപ്പറേഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, പ്രോസസ് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. ഈ വക എല്ലാ കാര്യങ്ങളെയും അതിൽ ഏത് കാര്യമാണ് അല്ലെങ്കിൽ ഏത് ഇൻസ്ട്രക്ഷൻ ആണ് ഏത് സമയത്താണ് നടക്കേണ്ടത് എന്നുള്ളൊരു കൺട്രോളിങ് നടത്തുന്ന യൂണിറ്റ് ആണ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓരോ ഫങ്ഷണൽ യൂണിറ്റുകളെയും മെമ്മറി യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. ഇൻപുട്ട് യൂണിറ്റ് ആണ് അതിന്റെ ഇൻപുട്ടിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് യൂണിറ്റ് ആണ് ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രോസസിംഗ് യൂണിറ്റ് ആണ് അല്ലെങ്കിൽ ALU ആണ് എന്ത് ചെയ്യുന്നത്, ഒരു ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. സോ ഈ ഓരോ യൂണിറ്റുകളും ഏത് സമയത്ത് പെർഫോം ചെയ്യണം അല്ലെങ്കിൽ ഏത് സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നത് ഒരു ടൈമിംഗ് സിഗ്നൽസിനെ ജനറേറ്റ് ചെയ്തുകൊണ്ടാണ്. ആ ടൈമിംഗ് സിഗ്നൽസിന് എപ്പോഴാണ് ഇത് നടക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് ഓപ്പറേഷൻ ആണ് നടക്കേണ്ടത്, ഈ വക കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ടോട്ടൽ ഓർഗനൈസേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. സോ മൈ ക്വസ്റ്റ്യൻ ഈസ് കൺട്രോൾ യൂണിറ്റ് ആൻഡ് ALU belong to which functional unit of a computer? ഏത് ഫങ്ഷണൽ യൂണിറ്റ് പാർട്ടിലേക്കാണ് ALU അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റും ചെല്ലുന്നത് ലൈക്ക് ബിലോങ് ചെയ്യുന്നത്? വേഗം വരൂ ചാറ്റിൽ വേഗം വരൂ, സമയമില്ല, വേഗം നാട്ടെ. ഈ കൺട്രോൾ യൂണിറ്റും ALU എന്ന് പറയുന്ന യൂണിറ്റും കമ്പ്യൂട്ടറിന്റെ ഏത് ഹാർഡ്വെയറിലേക്കാണ് ബിലോങ് ചെയ്യുന്നത്? വെരി ഗുഡ്. ALU യൂണിറ്റും കൺട്രോൾ യൂണിറ്റും കമ്പ്യൂട്ടറിന്റെ ഏത് ഹാർഡ്വെയർ പോർഷനിലേക്കാണ് ബിലോങ് ചെയ്യുന്നത്? രണ്ടുപേർക്കാണോ ആൻസർ അറിയുള്ളൂ? വേഗം പറഞ്ഞ് നോക്കട്ടെ എത്ര പേർക്ക് മനസ്സിലായി, എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്നൊക്കെ. ഒരു 7-8 റെസ്പോണ്ട് കിട്ടി. 21 പേരുള്ള ക്ലാസ്സിൽ അത്രയും റെസ്പോൺസ് പോരല്ലോ. ബാക്കിയുള്ളവർ ബിസിയാണോ അതോ വയ്യാതെ കിടക്കുവാണോ?
രമ്യ റെസ്പോണ്ട് ചെയ്യാം. കഴിഞ്ഞല്ലോ, അതേ ക്ലാസ് കഴിഞ്ഞു, 8 മിനിറ്റ് ഉള്ളൂ. പ്രോസസർ പോർഷനിലാണ് വരുന്നത്. ഓക്കെ ഫൈൻ. ഇനി അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സോ മെമ്മറിയിൽ നമ്മൾ എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്? മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 2 കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? ഫസ്റ്റ് ആര് റെസ്പോണ്ട് ചെയ്യും? ഓപ്പറാൻസിനെ സ്റ്റോർ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞേ. ഓക്കെ, മെമ്മറി യൂണിറ്റിൽ സ്റ്റോർ ചെയ്യുന്ന കാര്യം. കേട്ടില്ലേ പിള്ളേരെ ക്ലാസ് നിങ്ങള്? അതോ ഉറങ്ങിപ്പോയോ? ഓക്കെ, അമൽ, സുരേന്ദ്രൻ, പ്രദീപ്, 2 റെസ്പോൺസ് ഉള്ളോ? യൂസഫ്, വൈഷ്ണവി, രാജേഷ്, ജിജില്, സിനില, കീർത്തന, ഇംതിയാസ്, അഖിൽ. ഓക്കെ, ഡേറ്റാസിനെയും പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിനെയും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗീതു, ഇല്യാസ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നത്? മെമ്മറി സ്റ്റോറേജ് ഉപയോഗിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓക്കെ ഫൈൻ, പ്രോസസ്സറിൽ നമ്മൾ ഓപ്പറാൻസുകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെമ്മറി, വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി വി യൂസ്ഡ് ടു സ്റ്റോർ ഓപ്പറാൻസ് ഇൻ അവർ പ്രോസസ്സറിൽ ഓപ്പറാൻഡുകൾ അല്ലെങ്കിൽ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന. വെരി ഗുഡ്. സുജിൻ, പ്രദീപ്, അപർണ, വൈഷ്ണവി, ഇല്യാസ്, സൗമ്യ, സിനില, അജയ്, യൂസഫ്, കീർത്തന. ഓക്കെ, വെരി ഗുഡ്. All of you got that. രജിസ്റ്ററുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓപ്പറാൻസുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ പ്രോസസ്സറിലാണ് വരുന്നത്. ഇനി വിച്ച് മെമ്മറി ഹാസ് ഷോർട്ടസ്റ്റ് മെമ്മറി ആക്സസ് ടൈം? ഏത് മെമ്മറിക്കാണ് ഏറ്റവും കുറവ് മെമ്മറി ആക്സസ് ടൈം ഉള്ളത്? റാം ആണോ, കാഷെ ആണോ? ഐ എം കമ്പയറിംഗ് വിത്ത് 3 components, like 3 memories. Primary memory, like main memory, cache and register. So which one will have the shortest memory access time? ഒന്നുകൂടെ ആലോചിച്ച് കീർത്തന, മഹേഷ്. ഓക്കെ, കുറെ പേരൊക്കെ കറക്റ്റ് പറഞ്ഞു, 1-2 പേര് തെറ്റിച്ചു. ഷോർട്ടസ്റ്റ് മെമ്മറി ആക്സസ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി എന്നാണ് അർത്ഥം. മെമ്മറി ആക്സസ് ടൈം കുറയുന്തോറുമാണ് എന്ത് ചെയ്യുന്നത്? ഫാസ്റ്റ് ആവുന്നത്. സോ ഇതിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? രജിസ്റ്റർ ആണ്. അത് പ്രോസസറിന്റെ ഇൻസൈഡ് ആണ് എങ്കിലും രജിസ്റ്റർ ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മെമ്മറി ആക്സസ് ടൈം എന്ന് പറയുന്നത് കുറവ് ഈ രജിസ്റ്ററിന് തന്നെയായിരിക്കും. ഇത്രയാണ് ഞാൻ ഈ ഫസ്റ്റ് ക്ലാസ്സിൽ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ ആണ് ക്ലാസ്സിൽ എടുക്കാൻ തീരുമാനിച്ചത്. അത് ഓക്കെ ആയിട്ടുണ്ട്. സ്പീഡി ആയിരുന്നോ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു റിവ്യൂ പറയുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ മീ ടു കണ്ടിന്യൂ ദ നെക്സ്റ്റ് ക്ലാസ്സസ്. So what do you guys think of the class? Thank you. ഇന്നിപ്പോ മനസ്സിലാവുന്ന പോർഷൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. അത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടായിരിക്കും. പക്ഷെ ഇച്ചിരി കട്ടിയാണ്, എന്നാലും ലൈക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കേണ്ടി വരും കേട്ടോ, ഓൺലൈനും അല്ലേ. സോ എന്റെ നെക്സ്റ്റ് ക്ലാസ് വരുന്നത് ഫ്രൈഡേ ഫസ്റ്റ് സെക്ഷൻ ആണ്, 7 to 8. അപ്പോ താങ്ക് യു ഫോർ ഓൾ. അത് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. നോട്ട് ഷെയർ ചെയ്യാം, നോട്ട് ഷെയർ ചെയ്യാം കേട്ടോ.